ഓം നമോ ഭഗവതേ വാസുദേവായ. ആയിരക്കണക്കിന് നാരായണീയ സമ്പൂർണ്ണ മഹായജ്ഞങ്ങൾ നടത്തി 425 വർഷങ്ങൾക്ക് മുൻപ് തയ്യാറാക്കിയതായ ശ്രീമദ് ഭാഗവതത്തിൻ്റെ കൊച്ചു പതിപ്പായ ശ്രീമദ് നാരായണീയം, അതിൻ്റെ വൈദികമായ വിഷയങ്ങളും വേദങ്ങളുടെ മന്ത്രങ്ങളും ചേർത്തുകൊണ്ട് സൂക്തങ്ങളും വേദമന്ത്രങ്ങളും ഗായത്രി ദീക്ഷയും ചേർത്ത് അതോടൊപ്പം അതിൻ്റെ ശ്ലോകങ്ങളെ ഹോമവും നടത്തി അനേകം ഭക്തജനങ്ങൾക്ക് ദീക്ഷയും ക്രിയകളും കർമ്മങ്ങളും നടത്തി പാലക്കാട് ജില്ലയുടെ വിവിധ തട്ടുകളിൽ മഹായജ്ഞങ്ങൾ നടത്തി വരുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ആചാര്യശ്രേഷ്ഠനും ധർമ്മപത്നിയുടെയും മുൻപിലാണ് അമ്പാടി നാരായണീയ ഏകോപന സമിതിയുടെ കേന്ദ്ര കാര്യാലയമായ ആശ്രമ ഗുരുകുലത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. പാലക്കാട് ജില്ലയിലെ നാരായണീയ മഹോത്സവത്തിൻ്റെ ആചാര്യശ്രേഷ്ഠയായ അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ 2-ാം തീയതി ഫെബ്രുവരി മാസം നടക്കാൻ പോകുന്ന മഹാഗായത്രി യജ്ഞത്തിൻ്റെ യാജമാനത്വം വഹിച്ച് ഈ യജ്ഞം വിശ്വശാന്തിക്കും സമാധാനത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമായി ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു അപേക്ഷയോട് കൂടിയിട്ടാണ് സംപൂജ്യ സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി, ഇടുക്കി സ്വാമി വിശ്വാനന്ദ സരസ്വതി, ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി, ഇതിൻ്റെ കോർഡിനേറ്റർ ശ്രീ ശങ്കർ, ഇതിൻ്റെ ധർമാചാര്യ പ്രമുഖ കണ്ണൻകുട്ടി, AC ചന്താമരാക്ഷൻ എന്നിവരടങ്ങുന്ന എല്ലാവരും ചേർന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആചാര്യശ്രേഷ്ഠന് യജമാനത്വം വഹിക്കാനുള്ള ഔപചാരികമായ എഴുത്ത് ഇവിടെ കൈമാറുന്നു. നമുക്ക് ഗായത്രി യജ്ഞത്തിന് ആചാര്യൻ്റെയും അമ്മയുടെയും വാക്കുകളിലേക്ക് പോകാം. ഹരി ഓം. വിചാരിക്കാതെ വന്ന് ചേർന്ന ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഇത്രയും ഈ വിശിഷ്ടാദികൾ ഈ സമയത്ത് ഇവിടെ വരുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തായാലും ഈ മംഗളകർമ്മം വളരെ വളരെ മംഗളമായിട്ട് തന്നെ പരിപാവനമായ പാമ്പാടി സ്വാമിജിയുടെ ആശ്രമത്തിൽ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഗുരുവായൂരപ്പൻ്റെയും ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹ വാക്കുകളാണ് സ്വാമിജിയുടെ നിർബന്ധപ്രകാരം നമ്മൾ പറയുന്നത്. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.